topic is virtual memory. അപ്പോൾ virtual memory എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി ഹിയറാർക്കിയുടെ ലാസ്റ്റ് ലെവലാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലെവൽ ഈസ് ക്യാഷ് മെമ്മറി, സെക്കൻഡ് ലെവൽ ഈസ് മെയിൻ മെമ്മറി ആൻഡ് ദ ലാസ്റ്റ് ലെവൽ ഈസ് വിർച്വൽ മെമ്മറി ഓർ ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കമ്പയർഡ് ടു മെയിൻ മെമ്മറി ആൻഡ് ക്യാഷ് മെമ്മറി ഇറ്റ് ഈസ് വെരി ലാർജ് ആൻഡ് ചീപ്പായിരിക്കും. പക്ഷേ ഇതിൻ്റെ ആക്സസ് ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പ്രോസസ്സർ വിൽ ടേക്ക് മോർ ടൈം കമ്പയർഡ് ടു ക്യാഷ് ആൻഡ് ഫിസിക്കൽ മെമ്മറി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലാർജ്, ചീപ്പ് ആൻഡ് സ്ലോ മെമ്മറി. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കമ്പയർഡ് ടു മെയിൻ മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക്, ആ ഹാർഡ് ഡിസ്കിനകത്ത് ഡേറ്റാസ് കുറേ ഡിസ്കുകൾ നമുക്ക് കാണാം അല്ലെ, നമ്പർ ഓഫ് ഡിസ്ക്സ് ഓർ പ്ലേറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഓരോ ഡിസ്കും അതിനകത്ത് ഒരു റീഡിങ് ഹെഡ് ഉണ്ട്, ഒരു ആം കണ്ടോ, ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ആം ഉണ്ട്. ആ ആമിൻ്റെ എൻഡിലായിട്ട് ടിപ്പിലായിട്ട് റീഡിങ് ഹെഡ് ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര ഡിസ്ക് ഉണ്ടോ അത്രയും ഹെഡ് ഉണ്ടായിരിക്കും. ആ ഡിസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഹെഡാണ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് ഡേറ്റ റീഡ് ചെയ്യുകയും അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ വിർച്വൽ മെമ്മറി ദാറ്റ് കണ്ടെയ്ൻ വൺ ഓർ മോർ റിജിഡ് ഡിസ്ക് ഓർ പ്ലേറ്റേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഓരോ പ്ലേറ്റിന് അല്ലെങ്കിൽ ഓരോ ഡിസ്കിനും ഇറ്റ് ഹാസ് എ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും അറ്റ് ദ എൻഡ് ഓഫ് എ ലോങ് ട്രയാങ്കുലർ ആം. ആ ട്രയാങ്കുലർ ആമിൻ്റെ എൻഡിലായിട്ട്. അപ്പോൾ ഈ ഒരു ഹെഡ് മൂവ്സ് ടു കറക്റ്റ് ലൊക്കേഷൻ ഫോർ ഗെറ്റിംഗ് ദ ഡേറ്റ ഫ്രം ഡിസ്ക്, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഡിസ്കിലേക്ക് ഡേറ്റ കൊടുക്കാനായിട്ട് ഓർ റീഡ് ഓർ റൈറ്റ് ഡേറ്റ മാഗ്നറ്റിക്കലി. അപ്പോൾ ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഈ ആമിൻ്റെ അടിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹെഡ് ടേക്ക് സെവറൽ മില്ലി സെക്കൻഡ് ടു ഗെറ്റ് ദ കറക്റ്റ് ലൊക്കേഷൻ ഓൺ ദ ഡിസ്ക്. അപ്പോൾ ആ ഡിസ്കിൽ ആ എക്സാക്ട് പൊസിഷൻ, ഏത് പൊസിഷനിലേക്കാണോ ഡേറ്റ റൈറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഡേറ്റ എടുക്കേണ്ടത്, ആ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് സെവറൽ മില്ലി സെക്കൻഡ്. വളരെ ഫാസ്റ്റ്. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് വെരി ഫാസ്റ്റ്. പക്ഷേ പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് സ്ലോ. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത് ഇൻ മെമ്മറി ഹിയറാർക്കി ഇറ്റ് പ്രൊവൈഡ് ദ ഇല്യൂഷൻ ഓഫ് എ വെരി ലാർജ് മെമ്മറി. അതായത് ഇപ്പോൾ ഫിസിക്കൽ മെമ്മറി സൈസ് വളരെ കുറവാണെങ്കിലും ആ ഒരു സിസ്റ്റത്തിന് മൊത്തം ഒരു ലാർജ് മെമ്മറി ഉണ്ട് എന്നുള്ളൊരു ഇല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു റാം വിത്ത് 256 MB ഉള്ള ഒരു റാം ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ തന്നെ ഒരു 4 GB ഹാർഡ് ഡിസ്ക് കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം മൊത്തം മെമ്മറി എന്ന് പറയുന്നത് ഒരു 4 GB എഫക്റ്റീവ്ലി പ്രൊവൈഡ് 4 GB. പക്ഷേ അതിനകത്ത് ഫിസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ 256 ഉള്ളൂ. ബാക്കി മെമ്മറി സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ആ വിർച്വൽ മെമ്മറി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു ഇല്യൂഷൻ, അതായത് സിസ്റ്റത്തിന് മൊത്തം മെമ്മറി 4 GB ഉണ്ട് എന്നുള്ള ഒരു ഇല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് എ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഹാർഡ് ഡിസ്ക്. അപ്പോൾ അതിനകത്ത് ലാർജർ മെമ്മറിയെ വിർച്വൽ മെമ്മറി എന്നും സ്മോളർ മെമ്മറിയെ ഫിസിക്കൽ മെമ്മറി എന്നും. So the program can access data from virtual memory. Virtual മെമ്മറിയിൽ ഏത് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയും that can be accessed by a program. അപ്പോൾ ഈ ഒരു വിർച്വൽ മെമ്മറിയിൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മളെ മെയിൻ മെമ്മറിയെ പോലെ തന്നെ പല പല ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈച്ച് ലൊക്കേഷൻ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ആൻ അഡ്രസ് ആൻഡ് ദാറ്റ് അഡ്രസ് ഈസ് കാൾഡ് വിർച്വൽ അഡ്രസ്. അപ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരു ഡേറ്റ വിർച്വൽ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിർച്വൽ മെമ്മറിയിൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ഡിഫറെൻറ്റ് അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. ആ ലൊക്കേഷനിൽ നിന്ന് ആ അഡ്രസ് ഉപയോഗിച്ച് ഡേറ്റ ആക്സസ് ചെയ്യാം. അപ്പോൾ ഈ ഫിസിക്കൽ മെമ്മറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ദാറ്റ് ആക്ട് ആസ് എ സബ്സെറ്റ് ഓഫ് വിർച്വൽ മെമ്മറി. അതായത് വിർച്വൽ മെമ്മറിയിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡേറ്റ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ മെയിൻ മെമ്മറി. അതായത് തൊട്ടടുത്ത് ഇനി ആ ഡേറ്റ ആക്സസ് ചെയ്യണം. നമ്മൾ ക്യാഷ് പഠിച്ച ഓർമ്മയുണ്ടോ? ക്യാഷ് മെമ്മറിയിൽ എന്തായിരുന്നു? ടെമ്പറൽ ലൊക്കാലിറ്റി, സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തായിരുന്നു? ഫിസിക്കൽ മെമ്മറിയിൽ നിന്ന് എടുക്കുന്ന ഡേറ്റ അടുത്ത വീണ്ടും ഉടനെ ആക്സസ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ആ ഡേറ്റ ക്യാഷ് മെമ്മറിക്കകത്ത് വയ്ക്കും. അതേപോലെ തന്നെയാണ് വിർച്വൽ മെമ്മറിയിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്ന ഒരു ഡേറ്റ. സപ്പോസ് ദ ഡേറ്റ ഈസ് നോട്ട് ദെയർ ഇൻ ദ ഫിസിക്കൽ മെമ്മറി, ഇറ്റ് വിൽ ആക്സസ് ദ ഡേറ്റ ഫ്രം ദ പ്രോസസർ വിൽ ഗെറ്റ് ദ ഡേറ്റ ഫ്രം വിർച്വൽ മെമ്മറി ആൻഡ് ആ ഡേറ്റ ഫിസിക്കൽ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഫിസിക്കൽ മെമ്മറി ആക്ട് ആസ് എ ക്യാഷ് ഫോർ വിർച്വൽ മെമ്മറി. അപ്പോൾ വിർച്വൽ മെമ്മറിയുടെ ഒരു ക്യാഷ് ആയിട്ടാണ് ഫിസിക്കൽ മെമ്മറി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസറിന് ഡേറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം എവിടെയാണ്? ക്യാഷിൽ നിന്ന് എടുക്കുക. അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലിൽ നിന്ന് എടുക്കുക. അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെ നിന്നെടുക്കും? വിർച്വലിൽ നിന്ന് എടുക്കും. അപ്പോൾ വിർച്വലിൽ നിന്നൊരു ഡേറ്റ എടുക്കുമ്പോൾ ആ ഡേറ്റ അടുത്ത് എവിടെ കൊണ്ടുവയ്ക്കും? ഫിസിക്കൽ മെമ്മറിയിലകത്തേക്ക് സ്റ്റോർ ചെയ്യും. അതായത് വീണ്ടും ഇനി അവിടെ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യണം, സെയിം ഡേറ്റ ഇനി ആക്സസ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഫിസിക്കൽ മെമ്മറിക്കകത്ത് വയ്ക്കും. അപ്പം മോസ്റ്റ് ആക്സസ് ഹിറ്റ് ഇൻ ഫിസിക്കൽ മെമ്മറി. അതായത് ഫിസിക്കൽ മെമ്മറിയിൽ തന്നെ ഈ എടുക്കുന്ന എല്ലാ ഡേറ്റാസും ഉണ്ടെങ്കിൽ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ മൊത്തം സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സപ്പോസ് ഇപ്പോൾ ഒരു ഡേറ്റ ആക്സസ് ചെയ്യാൻ നേരത്ത് ഫിസിക്കൽ മെമ്മറിയിൽ നോക്കിയില്ല, ആ ഡേറ്റ എവിടെ പോയി എടുക്കും? ഹാർഡ് ഡിസ്കിൽ പോയി എടുക്കും.
അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. ആൻഡ് ആ ഡേറ്റ ഫിസിക്കൽ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ ക്യാഷിനെ പറ്റി പറഞ്ഞ അതേ കേസുകൾ തന്നെയാണ് ഇവിടെ ഫിസിക്കൽ മെമ്മറിക്കകത്ത് വരുന്നത്. അപ്പോൾ ക്യാഷും ഫിസിക്കൽ മെമ്മറിയും കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞു. ഇവിടെ പറയുമ്പോൾ ഫിസിക്കൽ മെമ്മറിയും വിർച്വലും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ഫിസിക്കൽ മെമ്മറി ഹിറ്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്, അതായത് ഡേറ്റ അതിനകത്ത് ഉണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ ആണ് ക്യാഷ് മെമ്മറി വിർച്വൽ മെമ്മറി. അപ്പൊ ക്യാഷിനകത്ത് യൂസ് ചെയ്ത കുറെ ടേംസ് ഉണ്ട്, അതിന് ഇക്വലന്റ് ആയിട്ട് വിർച്വലിനകത്ത് യൂസ് ചെയ്യുന്ന ടേംസ്. അപ്പൊ ക്യാഷിനകത്ത് ബ്ലോക്ക് ഇൻസ്റ്റഡ് ഓഫ് ബ്ലോക്ക്, ഇതിനകത്ത് നമ്മൾ വരുമ്പോൾ പേജ് യൂസ് ചെയ്യുന്നു. ആൻഡ് ഇൻസ്റ്റഡ് ഓഫ് ബ്ലോക്ക് സൈസ്, ക്യാഷിനകത്ത് ബ്ലോക്ക് സൈസ്, അത് വിർച്വലിൽ വരുമ്പോൾ പേജ് സൈസ്. ദെൻ ബ്ലോക്ക് ഓഫ്സെറ്റിന് വരാം പേജ് ഓഫ്സെറ്റ്, ഇതിനകത്ത് മിസ് റേറ്റ്, അവിടെ പേജ് ഫോൾട്ട് എന്ന് പറയും. ആൻഡ് ടാഗ് കറസ്പോണ്ടിങ് വിർച്വൽ മെമ്മറിയുടെ കേസിൽ വിർച്വൽ പേജ് നമ്പർ എന്ന് പറയും. Virtual memory is divided into virtual pages and similarly physical memory is divided into physical pages. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിനകത്ത് നമ്മൾ കാണാം ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ വിർച്വൽ മെമ്മറി. അപ്പോൾ ആ ഹാർഡ് ഡിസ്കിനെ വിർച്വൽ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഇവിടെ കാണാം. അപ്പോൾ അതിനകത്ത് വിർച്വൽ അഡ്രസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫിസിക്കൽ മെമ്മറിയെയും ഫിസിക്കൽ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിർച്വൽ പേജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വിർച്വൽ പേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് സംവെയർ ഇൻ എ ഫിസിക്കൽ മെമ്മറി. അപ്പോൾ മറ്റേതിനകത്ത് നമ്മൾ ക്യാഷിന്റെ മാപ്പിംഗ് പഠിച്ചല്ലോ. അപ്പോൾ ഫിസിക്കൽ മെമ്മറിയുടെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് കറസ്പോണ്ടിങ് ക്യാഷിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കാണും. അതുപോലെ തന്നെയാണ് വിർച്വൽ പേജും നമ്മൾ ഏതുമായിട്ട് മാപ്പ് ചെയ്യും, ഫിസിക്കൽ മെമ്മറിയുമായിട്ട് മാപ്പ് ചെയ്യും. വിർച്വൽ പേജ് ഈസ് ലൊക്കേറ്റഡ് സംവെയർ ഇൻ ഫിസിക്കൽ മെമ്മറി. അപ്പോൾ വിർച്വൽ പേജിന്റെ സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിർച്വൽ പേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലും ഫിസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുമായിരിക്കും. അപ്പോൾ കുറച്ച് വിർച്വൽ പേജസ് ദാറ്റ് ഈസ് മാപ്ഡ് അല്ലെങ്കിൽ ലൊക്കേറ്റഡ് ഇൻ ഫിസിക്കൽ മെമ്മറിയിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വിർച്വൽ പേജസ് ഹാർഡ് ഡിസ്കിനകത്തുള്ള സാധനമാണ് ഈ വിർച്വൽ പേജസ്. അത് കുറേ പേജസ് കറസ്പോണ്ടിങ് ഫിസിക്കൽ മെമ്മറിക്കകത്തേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് വിർച്വൽ മെമ്മറിയിൽ തന്നെ ഉണ്ടായിരിക്കും. So the rectangles indicated in the previous figure that represent the pages. അപ്പോൾ some virtual pages are present in physical memory and remaining എന്ന് പറയുന്നത് ഡിസ്കിനകത്ത് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വിർച്വൽ മെമ്മറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 100 പേജസ് ഉണ്ടെന്ന് വയ്ക്കുക. അതേപോലെ തന്നെ ഫിസിക്കൽ മെമ്മറിയെ നമ്മൾ പേജായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 10 എണ്ണേ ഉള്ളൂ. കാരണം വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ലാർജർ ദാൻ ഫിസിക്കൽ മെമ്മറിയാണ്. അപ്പോൾ ഈ 100 എണ്ണത്തിൽ നിന്ന് ഒരു 10 എണ്ണം എവിടെ ഉണ്ടായിരിക്കും, ഫിസിക്കൽ മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ബാക്കിയുള്ളതെന്ന് പറയുന്നത് എവിടെ തന്നെ ഇരിക്കും, ഡിസ്കിൽ തന്നെ ഇരിക്കും. എപ്പോഴാണോ അത് ആക്സസ് ചെയ്യേണ്ടി വരുന്നത് ആ സമയം നേരത്തെ ചെയ്ത ക്യാഷിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇതിനകത്ത് പുതിയ ഡേറ്റ പേജ് വരുമ്പോൾ പഴയതിനെ ഓവർ റൈറ്റ് ചെയ്ത് പുതിയ ഡേറ്റ വരും. അപ്പോൾ അഡ്രസ് ട്രാൻസ്ലേഷൻ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ദ ഫിസിക്കൽ അഡ്രസ് ഫ്രം വിർച്വൽ അഡ്രസ്. അതായത് നമ്മൾ നേരത്തെ മാപ്പിംഗ് ചെയ്തു, അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അഡ്രസ് ട്രാൻസ്ലേഷൻ ആണ്. അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വിർച്വൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഡിറ്റർമിനിങ് ദ ഫിസിക്കൽ അഡ്രസ് ഫ്രം വിർച്വൽ അഡ്രസ്. അപ്പോൾ വിർച്വൽ മെമ്മറിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഫിസിക്കൽ മെമ്മറിയിൽ ഏത് ഏരിയയിലാണ് ഇരിക്കുന്നത്, ഏത് അഡ്രസ്സിലാണ് ഇരിക്കുന്നത്, അത് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ടേം ഉണ്ട് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. എന്തോ പേജ് ഫോൾട്ട്? ദ പ്രോസസ്സർ അറ്റംപ്റ്റ് ടു ആക്സസ് എ വിർച്വൽ അഡ്രസ് ദാറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ഫിസിക്കൽ മെമ്മറി. അതായത് ഒരു ഡേറ്റ ആക്സസ് ചെയ്യണം, ആ ഒരു ഡേറ്റ എന്ന് പറഞ്ഞാൽ വിർച്വൽ മെമ്മറിയിലാണ്. ആ ഒരു ഡേറ്റ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഡേറ്റ ഫിസിക്കൽ മെമ്മറിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, പേജ് ഫോൾട്ട് എന്ന് പറയും. സപ്പോസ് ദ പ്രോസസ്സർ ട്രൈ ടു ആക്സസ് എ ഡേറ്റ ഫ്രം ഫിസിക്കൽ മെമ്മറി, പക്ഷേ ഫിസിക്കൽ മെമ്മറിയിൽ ആ ഡേറ്റ ഇല്ല എങ്കിൽ അതിനെ പേജ് ഫോൾട്ട് എന്ന് പറയും. അപ്പോൾ വൺസ് പേജ് ഫോൾട്ട് അക്കേഴ്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ദ കറസ്പോണ്ടിങ് പേജ് ഫ്രം ഹാർഡ് ഡിസ്ക് ടു ഫിസിക്കൽ മെമ്മറി. അപ്പോൾ ആക്സസ് ചെയ്യാൻ നേരത്ത് ഫിസിക്കൽ മെമ്മറിയിൽ ആ ഡേറ്റ ഇല്ല, ആ ഡേറ്റ എവിടെയുള്ളൂ, ഹാർഡ് ഡിസ്കിലേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡേറ്റ എടുക്കുകയും അതേസമയം തന്നെ ആ ഒരു ഡേറ്റ എവിടെയും കൂടെ കോപ്പി ചെയ്ത് വയ്ക്കും, ഈ ഫിസിക്കൽ മെമ്മറിക്കകത്തും കൂടെ കോപ്പി ചെയ്യും. So in a virtual memory system, each physical page is provided with a comparator. അപ്പോൾ ഓരോ ഫിസിക്കൽ പേജിനും ഒരു കമ്പാരേറ്റർ. ആ ഒരു കമ്പാരേറ്റർ എന്താണ് കമ്പയർ ചെയ്യുന്നത്? ദാറ്റ് കമ്പയർസ് ദ MSBs ഓഫ് വിർച്വൽ അഡ്രസ് വിത്ത് എ ടാഗ് നമ്പർ. അതായത് നമ്മൾ വിർച്വൽ മെമ്മറിയിൽ ഓരോ ലൊക്കേഷനും ഓരോ വിർച്വൽ അഡ്രസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിൻ്റെ കുറേ MSBs, അത് എത്രയൊക്കെയാണെന്നുള്ളത് അടുത്തന്നെ ഞാൻ പറയാം. അപ്പോൾ ദാറ്റ് കമ്പയർ ദ MSBs ഓഫ് വിർച്വൽ അഡ്രസ് വിത്ത് എ ടാഗ് നമ്പർ. ഒരു ടാഗ് നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയാണ് കമ്പയർ ചെയ്യുന്നത്? ടു ചെക്ക് വെദർ ദ വിർച്വൽ പേജ് ഈസ് മാപ്പ് ടു ഫിസിക്കൽ പേജ്. അതായത് ആ വിർച്വൽ
പേജ് എന്ന് പറയുന്നത് ഇവിടെ ഫിസിക്കൽ മെമ്മറിയിൽ അല്ലെങ്കിൽ ഫിസിക്കൽ പേജുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അതെങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മനസ്സിലാവുന്നത് എന്നുള്ള അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇൻ വിർച്വൽ മെമ്മറി സിസ്റ്റം ദാറ്റ് യൂസസ് എ പേജ് ടേബിൾ ഫോർ അഡ്രസ് ട്രാൻസ്ലേഷൻ. ആ അഡ്രസ് ട്രാൻസ്ലേഷന് വേണ്ടി ഇതിനകത്ത് എന്ത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു പേജ് ടേബിൾ യൂസ് ചെയ്യും. ആ പേജ് ടേബിളിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേജ് ടേബിൾ ഇൻഡിക്കേറ്റ്സ് വെദർ ദ വിർച്വൽ പേജ് ലൊക്കേഷൻ, ദ വിർച്വൽ പേജ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഫിസിക്കൽ മെമ്മറി ഓർ ഇറ്റ് മേ ബി ഇൻ ഡിസ്ക്. അതായത് ആ ഒരു വിർച്വൽ പേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെമ്മറിയിൽ അവൈലബിൾ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ആ വിർച്വൽ പേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കിൽ തന്നെയാണോ, അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഏത് യൂസ് ചെയ്യുന്ന പേജ് ടേബിൾ യൂസ് ചെയ്യുന്നത്. പേജ് ടേബിളിനെ പറ്റി. അപ്പൊ പേജ് ടേബിൾ എന്തിനു വേണ്ടിയാ? പേജ് ടേബിൾ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഡേറ്റ ഈസ് പ്രസന്റ് ഇൻ ഫിസിക്കൽ മെമ്മറി, അല്ലെന്നുണ്ടെങ്കിൽ അത് വിർച്വൽ മെമ്മറിയിൽ തന്നെയാണോ എന്നുള്ളത്. അപ്പൊ വിർച്വൽ മെമ്മറിയും ഫിസിക്കൽ മെമ്മറിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്, അതായത് വിർച്വൽ മെമ്മറിയിൽ ഒരു പർട്ടിക്കുലർ പേജ് ഫിസിക്കൽ മെമ്മറിയിൽ ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് അത് പറയുന്ന ആ ഒരു ടേബിൾ ആണ് പേജ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ പേജ് ടേബിൾ ആക്സസ് എന്തിനു വേണ്ടിയാ? പേജ് ടേബിൾ ആക്സസ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ദ വിർച്വൽ അഡ്രസ് യൂസ്ഡ് ബൈ എ പ്രോഗ്രാം ടു ഫിസിക്കൽ അഡ്രസ്. അപ്പൊ വിർച്വൽ അഡ്രസ്, നമ്മൾ വിർച്വൽ അഡ്രസ്സിൽ ഏത് ലൊക്കേഷൻ ആണോ ഇരിക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ് എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് പേജ് ടേബിൾ നോക്കുന്നത്. അപ്പൊ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ റീഡ് ഓർ റൈറ്റ് ഡേറ്റ ഫ്രം ഫിസിക്കൽ മെമ്മറി. ആൻഡ് പേജ് ടേബിൾ എന്ന് പറയുന്നത്, അപ്പൊ പേജ് ടേബിൾ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ടേബിൾ, അത് എവിടെയെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കണമല്ലോ. സോ ദാറ്റ് ഈസ് ആൾസോ ലൊക്കേറ്റഡ് ഇൻ ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറിയുടെ ഒരു ലൊക്കേഷൻ, ഒരു ഏരിയയിലാണ് ഈ പേജ് ടേബിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലോഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ, ലോഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഇൻവോൾവ്സ് 2 ഫിസിക്കൽ മെമ്മറി ആക്സസ്. അപ്പോൾ അതിനകത്ത് 2 ഫിസിക്കൽ മെമ്മറി ആക്സസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് 2 ഫിസിക്കൽ മെമ്മറി ആക്സസ്? സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു ലോഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഫോർ എക്സിക്യൂട്ടിംഗ് എ ലോഡ് ഇൻസ്ട്രക്ഷൻ, ഫസ്റ്റ് ദ ഫിസിക്കൽ മെമ്മറി ഈസ് ആക്സസ്ഡ് ടു ചെക്ക് ദ പേജ് ടേബിൾ. പേജ് ടേബിൾ ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ലോഡ് സ്റ്റോർ എന്ന് പറയുന്നത്, ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരു ഡേറ്റ ആക്സസ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു മെമ്മറി ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മെമ്മറി എന്ന് പറയുന്നത് എവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫിസിക്കൽ മെമ്മറിക്കകത്ത് ആ ഒരു ഡേറ്റ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം പേജ് ടേബിൾ ആക്സസ് ചെയ്തിട്ട് നോക്കും ഇന്ന മെമ്മറി ലൊക്കേഷൻ അത് എവിടെ ഉണ്ട്, ഫിസിക്കൽ മെമ്മറിയിൽ ഉണ്ടോ. അതായത് ആ വിർച്വൽ അഡ്രസ് വെച്ചിട്ട് കമ്പയർ ചെയ്യും. വിർച്വൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഡേറ്റ ഫിസിക്കൽ മെമ്മറിയിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. സപ്പോസ് ദ ഡേറ്റ ഈസ് ദെയർ, അടുത്ത് എന്ത് ചെയ്യും? രണ്ടാമത്തെ ആക്സസ് വഴി ആ ഒരു ഡേറ്റയെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ സപ്പോസ് ഡേറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ പോയി എടുക്കും? ആ ഡേറ്റ എന്ന് പറയുന്ന വിർച്വൽ മെമ്മറി പോയി എടുത്തുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ പേജ് ടേബിൾ ആക്സസും ഡേറ്റ ആക്സസും, അപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടി 2 പ്രാവശ്യം എന്ത് ചെയ്യണം? ഈ ഫിസിക്കൽ മെമ്മറി ആക്സസ് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതിനെ ഒന്നുകൂടെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി അടുത്ത ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ, TLB എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് എന്ന് പറയുമ്പോൾ ലോഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് 2 ഫിസിക്കൽ മെമ്മറി ആക്സസ്. എന്തിനു വേണ്ടിയാണ് 2 ഫിസിക്കൽ മെമ്മറി ആക്സസ്? ഫസ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് ഫോർ ആക്സസിങ് ദ പേജ് ടേബിൾ ടു ചെക്ക് വെദർ ദ ഡേറ്റ ഈസ് പ്രസന്റ് ഇൻ ഫിസിക്കൽ മെമ്മറി. രണ്ടാമത്തെ ഫിസിക്കൽ മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ടു ഗെറ്റ് ദ ഡേറ്റ ഫ്രം ഫിസിക്കൽ മെമ്മറി. ആൻഡ് അപ്പോൾ അതിൻ്റെ 2 പ്രാവശ്യം ഉള്ളതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അടുത്തൊരു മെത്തേഡ് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. ഈ കാണിച്ചിരിക്കുന്നതാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് വിർച്വൽ മെമ്മറി, ആ വിർച്വൽ മെമ്മറിയിലെ പേജ് നമ്പേഴ്സ് ഫിസിക്കൽ മെമ്മറിയുമായിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ അല്ലെങ്കിൽ വിർച്വൽ മെമ്മറിയെ ടോട്ടലായിട്ട് കുറേ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പേജിനകത്തും കുറേ മെമ്മറി അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഈ കാണിച്ചിട്ടുണ്ട് വിർച്വൽ പേജ് നമ്പർ 00000. അതിനകത്തുള്ള ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 0000 മുതൽ 0000FFF ഇത്രയുമാണ് അതിനകത്ത് വരുന്ന മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഒരു പേജിനകത്ത് കുറേ മെമ്മറി ലൊക്കേഷൻ, അടുത്ത പേജിനകത്ത് കുറേ മെമ്മറി ലൊക്കേഷൻ. അതേപോലെ തന്നെയാണ് ഫിസിക്കൽ മെമ്മറിയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫിസിക്കൽ പേജ് നമ്പർ, അതിനകത്ത് കുറേ മെമ്മറി ലൊക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ വിർച്വൽ മെമ്മറിക്കകത്ത് ഒരു പേജിനകത്ത് 10 ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഫിസിക്കൽ മെമ്മറിയിലും ഒരു പേജിനകത്ത് 10 ലൊക്കേഷൻസ് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് 100 പേജ് ഉണ്ടെങ്കിൽ മറ്റേ ഫിസിക്കൽ മെമ്മറിക്കകത്ത് വെറും 10 പേജേ കാണത്തുള്ളൂ. സൈസ് കുറവാണ്. ഓരോ പേജിനകത്തുമുള്ള മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു പേജിനകത്ത് 100 ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഫിസിക്കൽ മെമ്മറിയിലും ഒരു പേജിനകത്ത് 100 ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ടോട്ടൽ പേജ് ആണ് വിർച്വൽ മെമ്മറിയിൽ കൂടുതൽ, അതായത് വിർച്വൽ മെമ്മറിയുടെ സൈസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ആരോ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വിർച്വൽ മെമ്മറിയിൽ പേജ് നമ്പർ 5
പേജ് നമ്പർ 5 എന്ന് പറയുന്നത് ഫിസിക്കൽ മെമ്മറിയിൽ പേജ് നമ്പർ 1 മാപ്പ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പേജ് നമ്പർ 5 ഇൻ വിർച്വൽ മെമ്മറി ട്രാൻസ്ലേറ്റ് പേജ് നമ്പർ 1 ഇൻ ഫിസിക്കൽ മെമ്മറി. അപ്പോൾ ഈ 5-ലുള്ള വിർച്വൽ മെമ്മറി 5-ലുള്ള കണ്ടന്റ് മൊത്തം ഫിസിക്കൽ മെമ്മറിയിൽ 1 എന്ന് പറഞ്ഞ പേജ് നമ്പറിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ പല ലൊക്കേഷൻസും ഇതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. വിർച്വൽ മെമ്മറിയിലെ പേജ് നമ്പർ 2 അതിനകത്തുള്ള കണ്ടന്റ്സ് കംപ്ലീറ്റ് ഫിസിക്കൽ മെമ്മറിയിൽ പേജ് നമ്പർ 7FFF എന്ന് പറയുന്ന പേജിനകത്ത് ഡേറ്റ അവൈലബിൾ ആണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു മാപ്പിംഗ് നടക്കുന്നത്, ഇതിനകത്തുള്ള ഒരു ഡേറ്റ ഫിസിക്കൽ മെമ്മറിയിൽ ഉണ്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ മെമ്മറിയിൽ നിന്ന് എങ്ങനെയാണ് എടുക്കേണ്ടത്, ആ വക കാര്യങ്ങളാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റം യൂസിങ് വിർച്വൽ മെമ്മറി. അപ്പോൾ സിസ്റ്റത്തിന് ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് വെദർ ദ ഡേറ്റ ഈസ് പ്രസന്റ് ഇൻ ഫിസിക്കൽ മെമ്മറി. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഫിസിക്കൽ മെമ്മറി അതിന് പേജ് ഫോൾട്ട് എന്ന് പറയും. ആൻഡ് ഗെറ്റ് ദ ഡേറ്റ ഫ്രം വിർച്വൽ മെമ്മറി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്. ആ എടുക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു മെമ്മറി ലൊക്കേഷൻ ഫിസിക്കൽ മെമ്മറിക്കകത്ത് കോപ്പി ചെയ്യുകയും ചെയ്യും. അപ്പോൾ വിർച്വൽ ആൻഡ് ഫിസിക്കൽ മെമ്മറീസ് ആർ ഡിവൈഡഡ് ഇൻറ്റു പേജസ് ഓഫ് ഈക്വൽ സൈസ് ആൻഡ് MSBs ഓഫ് അഡ്രസ്. അതായത് ഒരു വിർച്വൽ പേജ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പേജിനകത്ത് കുറേ അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ അഡ്രസ്സിനും എന്തുണ്ട്, ഓരോ ലൊക്കേഷനും ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ MIPS ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ MIPSന് ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. ഈ 32 ബിറ്റിനകത്ത് MSBs അത് എത്ര എണ്ണമാണെന്നുള്ളത് അടുത്ത ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ ക്ലിയർ ആവും. അപ്പോൾ MSBs ഓഫ് അഡ്രസ് സ്പെസിഫൈ ദ പേജ് നമ്പർ. അപ്പോൾ വിർച്വൽ അഡ്രസ്സിന്റെ MSB കുറേ നമ്പർ ഓഫ് MSBs എടുത്താൽ അതെന്ത് വരും, പേജ് നമ്പർ വരും. അതേപോലെ തന്നെ ഫിസിക്കൽ മെമ്മറിയുടെയും MSBs ഗീവ് ദ പേജ് നമ്പർ ഓഫ് ഫിസിക്കൽ മെമ്മറി. അതേപോലെ തന്നെ ഇതിന്റെ LSB സ്പെസിഫൈസ് പേജ് ഓഫ്സെറ്റ്. അപ്പോൾ വിർച്വൽ മെമ്മറിയുടെയും അതേപോലെ തന്നെ ഫിസിക്കൽ മെമ്മറിയുടെയും LSB ഗിവ്സ് പേജ് ഓഫ്സെറ്റ്. അപ്പോൾ എത്ര MSB ആണ് പേജ് നമ്പർ തരുന്നത്, എത്ര LSB ആണ് പേജ് ഓഫ്സെറ്റ് വരുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം അടുത്ത സ്ലൈഡിൽ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യാണ് വിത്ത് വിർച്വൽ മെമ്മറി 2 GB ആൻഡ് ഫിസിക്കൽ മെമ്മറി 128 MB. അപ്പോൾ വിർച്വൽ മെമ്മറി 2 GB ഉണ്ട്, ഫിസിക്കൽ മെമ്മറി 128 MB ഉണ്ട്. ഈ രണ്ട് മെമ്മറീസിനെയും പേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പേജിന്റെയും സൈസ് 4 KB ആണ്. അപ്പോൾ വിർച്വൽ മെമ്മറി കുറേ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ പേജിന്റെയും സൈസ് 4 KB. ഫിസിക്കൽ മെമ്മറി കുറച്ച് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ പേജിന്റെയും സൈസ് 4 KB. അപ്പോൾ MIPSന് നമുക്കറിയാം 32 ബിറ്റ് അഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 GB മെമ്മറി ലൊക്കേഷൻ, അപ്പോൾ 2 GB മെമ്മറി ലൊക്കേഷനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് 2⁻31 വിർച്വൽ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. ഒരു 2 GB ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 2⁻31 വിർച്വൽ മെമ്മറി ലൊക്കേഷൻസ്. അതായത് ഔട്ട് ഓഫ് 32 31 ബിറ്റ്സ് നമുക്ക് വിർച്വൽ അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുകയാണ് 0000 അപ് ടു 32 വരെ എഴുതും. അതിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എത്രയാണ് 2⁻31 മെമ്മറി ലൊക്കേഷൻസ് ആണ് 2 GB വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ആ 2⁻31 മെമ്മറി ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി 31 ബിറ്റ്സ് മതിയാവും. ടോട്ടൽ 32 ബിറ്റ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് ആൾവേസ് 0 ആയിരിക്കും വിർച്വൽ മെമ്മറി അഡ്രസ് ചെയ്യുമ്പോൾ. സിമിലർലി ഫിസിക്കൽ മെമ്മറിയിലാണെങ്കിൽ 128 MB ഫിസിക്കൽ മെമ്മറി ലൊക്കേഷൻ 128 MB ആണ് ഫിസിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ 2⁻27 ഫിസിക്കൽ മെമ്മറി ലൊക്കേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതിന് 27 ബിറ്റ്സ് മതിയാവും ആ 2⁻27 ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി ടോപ്പിൽ വരുന്ന 5 എണ്ണം 5 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ആൾവേസ് 0 ആയിരിക്കും ഫിസിക്കൽ മെമ്മറിയുടെ കേസിൽ. അപ്പോൾ ഒരു 2 GB വിർച്വൽ മെമ്മറിയാണ് ആൻഡ് 128 MB ഫിസിക്കൽ മെമ്മറി. അപ്പോൾ 2 GB വിർച്വൽ മെമ്മറിയെ അഡ്രസ് ചെയ്യാനായിട്ട് 31 ബിറ്റ്സ് വേണം. അപ്പോൾ 32nd ബിറ്റ് എന്ന് പറഞ്ഞാൽ ആൾവേസ് 0 ആയിരിക്കും. ദെൻ 128 MB ഫിസിക്കൽ മെമ്മറി അഡ്രസ് ചെയ്യാനായിട്ട് 27 ബിറ്റ്സ് വേണം. ഓരോ ലൊക്കേഷനെ നമുക്ക് അഡ്രസ് ചെയ്ത് എടുക്കണം. അതിന് 27 ബിറ്റ്സ് വേണം. ബാക്കി വരുന്ന ടോപ്പിൽ വരുന്ന 5 ബിറ്റ് എന്ന് പറയുന്ന ആൾവേസ് 0 ആയിരിക്കും. അപ്പോൾ ഈ ഫിസിക്കൽ മെമ്മറിയും വിർച്വൽ മെമ്മറിയും പേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പേജിന്റെയും സൈസ് 4 KB ആണ്. അപ്പോൾ ഒരു പേജ് എന്ന് പറഞ്ഞാൽ 4 KB ആണ്. ആ 4 KB എന്ന് പറയുന്നത് 2⁻12 ബൈറ്റ്സ് ആണ്. അപ്പോൾ ഒരു പേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4 KB ആണ്. അപ്പോൾ അതിനകത്ത് 4 KB ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് 2⁻12 ബൈറ്റ്സ് ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ
2^31 ആണ്. 231 അല്ല, 2^31. അതായത് നമ്മൾ വിർച്വൽ മെമ്മറിയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2^12 എന്ന് പറഞ്ഞാൽ 2^19 വിർച്വൽ പേജസ് ഉണ്ട്. ആൻഡ് 2^27 ഡിവൈഡഡ് ബൈ 2^12 ദാറ്റ് ഈസ് ഈക്വൽ ടു 2^15. അത്രയും ഫിസിക്കൽ പേജസ് ഉണ്ട്. അപ്പോൾ ഈ 231 എന്നുള്ളത് 2^31 എന്നായിക്കൊള്ളണം. അതുകൊണ്ട് എല്ലാം അങ്ങനെ മാറ്റിക്കൊള്ളണം. അപ്പോൾ 2^19 വിർച്വൽ പേജസും 2^15 ഫിസിക്കൽ പേജസും ഉണ്ട് നമ്മുടെ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സാമ്പിളിൽ. അപ്പോൾ വിർച്വൽ ആൻഡ് ഫിസിക്കൽ പേജ് നമ്പേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത്ര 2^19 വിർച്വൽ പേജസ് ഉണ്ട്, 2^15 ഫിസിക്കൽ പേജസ് ഉണ്ട്. അപ്പോൾ വിർച്വൽ പേജസിനെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 19 ബിറ്റ്സ് വേണം. അതേപോലെ തന്നെ ഫിസിക്കൽ പേജസിനെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 ബിറ്റ്സും നമുക്ക് വേണം. അപ്പോൾ ഈ വിർച്വൽ മെമ്മറിയിൽ കുറേ ഏരിയ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ഫിസിക്കൽ മെമ്മറിക്കകത്ത്. വിർച്വൽ മെമ്മറിയുടെ കുറേ പേജസ് എന്ന് പറയുന്നത് ഫിസിക്കൽ മെമ്മറിക്കകത്ത് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള പേജസ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിനകത്ത് തന്നെ ആയിരിക്കും. ഫസ്റ്റ് ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വിർച്വൽ പേജ് 5 മാപ്പ് ടു ഫിസിക്കൽ പേജ് നമ്പർ 1. അപ്പോൾ വിർച്വൽ പേജ് 5-നകത്തുള്ള അതിനകത്ത് കുറേ അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഞാൻ എഴുതുന്നത്. 53F8 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ, ഒരു അഡ്രസ്സാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ 53F8 എന്ന് പറയുന്ന 5ാമത്തെ പേജിലുള്ള ഒരു ലൊക്കേഷനാണ്. ഈ 5ാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെമ്മറിയിൽ എവിടെ ഉണ്ടായിരിക്കും? 1ാമത്തെ പേജിലാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിർച്വൽ അഡ്രസ് 53F8 അതിൽ 3F8 ലാസ്റ്റ് 12 ബിറ്റ്സ് എന്ന് പറയുന്നത്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 12 ബിറ്റ്സ് എന്ന് പറയുന്നതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. 378 ഇൻ പേജ് 5 മാപ്സ് ടു ഫിസിക്കൽ അഡ്രസ് 13F8. അതായത് ഫസ്റ്റ് 5ാമത്തെ പേജ് ഇൻ വിർച്വൽ മാപ്പ് ടു 1ാമത്തെ പേജ് ഇൻ ഫിസിക്കൽ മെമ്മറി. ദെൻ രണ്ടിൻ്റെയും ഓഫ്സെറ്റ് 3F8, അതേപോലെ തന്നെ ഫിസിക്കൽ മെമ്മറിയുടെയും ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 3F8. അതായത് 53F8 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷൻ എവിടത്തത്? വിർച്വൽ മെമ്മറിയിലത്. അത് ഫിസിക്കൽ മെമ്മറിയിൽ ഏത് അഡ്രസ്സിൽ ഉണ്ടാവും? 13F8-നകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് 12 ബിറ്റ്സ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്ന ഓഫ്സെറ്റ് ആണ്. അത് സെയിം ആയിരിക്കും രണ്ടിനും. ഓൺലി ചേഞ്ച് മാറുന്നത് എന്താണ്? പേജ് നമ്പർ. ഓൺലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏതാണ്? പേജ് നമ്പർ. 5ാമത്തെ പേജ് നമ്പർ ഓഫ് വിർച്വൽ എന്ന് പറയുന്നത് ഫിസിക്കൽ മെമ്മറിയിൽ 1ാമത്തെ പേജ് ആയിരിക്കും. ബാക്കി വരുന്ന 12 ബിറ്റ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം ഹെക്സയിലാണ്. അതിനെ 12 നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 12 ബിറ്റ്സ് ആയിട്ട് വരും അല്ലേ. ലാസ്റ്റ് 3 എണ്ണം എന്ന് പറയുന്നത് 3F8 കൺവേർട്ട് ചെയ്യുമ്പോൾ 12 ബിറ്റ്സ്, അതുപോലെ 3F8. ഇത് രണ്ടും സെയിം ആയിരിക്കണം. ഓൺലി നമ്മൾ ഏതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്? വിർച്വലിലെ 5ാമത്തെ പേജ് ഇവിടെ ഏതിലെ പേജിലുണ്ടാവും? 1ാമത്തെ പേജിലുണ്ടാവും. representation ആണ് ട്രാൻസ്ലേഷൻ ഫ്രം വിർച്വൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ്. അപ്പോൾ വിർച്വൽ അഡ്രസ്സിനെ എങ്ങനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ MIPSന്റെ കേസ് ലീസ്റ്റ് 12 ബിറ്റ്സ് എന്ന് പറയുന്നത് പേജ് ഓഫ്സെറ്റ് ആണ്. representation ആണ് ട്രാൻസ്ലേഷൻ ഫ്രം വിർച്വൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ്. അപ്പോൾ വിർച്വൽ അഡ്രസ്സിനെ എങ്ങനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ MIPSന്റെ കേസിനകത്ത് ടോട്ടൽ 32 ബിറ്റ്സ് ഉണ്ട്. ഈ 32 ബിറ്റ്സിനകത്ത് നമ്മൾ ഒരു 2GB വിർച്വൽ മെമ്മറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2GBക്ക് നമുക്ക് എത്ര ബിറ്റ് മതി? 31 ബിറ്റ് മതി. ആൻഡ് 128 MB ഓഫ് ഫിസിക്കൽ മെമ്മറിയാണ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ 27 ബിറ്റ്സും മതിയാവും അല്ലേ. അതാണ് ഇതേ വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. വിർച്വൽ അഡ്രസ് ഒരു പർട്ടിക്കുലർ അഡ്രസ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് 31 ബിറ്റേ ഉണ്ടായിരിക്കത്തുള്ളൂ, 0 മുതൽ 30 വരെ. അതേപോലെ തന്നെ ഫിസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഓൺലി 27 ബിറ്റ്സ്, 0 മുതൽ 26 വരെ. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പേജ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 12 ബിറ്റ്സ് എന്ന് പറഞ്ഞു. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 12 ബിറ്റ് അത് രണ്ടിൻ്റെയും സെയിം ആയിരിക്കണം. അപ്പോൾ അത് രണ്ടും സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. ഇനി മാറ്റം വരുന്ന ഏതാണ്? ബാക്കി ഇവിടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 12 കഴിഞ്ഞാൽ പിന്നെ എത്ര വരും? മൊത്തം 31 ആണ് അല്ലേ. അപ്പോൾ 12 ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ബാക്കി എത്ര? 19 ബിറ്റ്സ്. ഈ 19 ബിറ്റ്സ് ആണ് ബാക്കി എന്ത് വരുന്നത്? വിർച്വൽ പേജ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 19 ബിറ്റിനെ ട്രാൻസ്ലേറ്റ് ടു കറസ്പോണ്ടിങ് ഫിസിക്കൽ പേജ് നമ്പർ. ഫിസിക്കൽ പേജ് എന്ന് പറഞ്ഞാൽ 27 ഉള്ളൂ. അപ്പോൾ ഇവിടെ അതെ 12 കഴിഞ്ഞു. അപ്പോൾ ബാക്കി എത്ര? 27 വരെ എത്തണം അല്ലേ. അപ്പോൾ ബാക്കി 15 ഉണ്ടല്ലേ. അപ്പോൾ ഈ വരുന്ന 19 വിർച്വൽ പേജ് നമ്പർ ട്രാൻസ്ലേറ്റ് ടു 15 ഫിസിക്കൽ പേജ് നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ പേജ് ഓഫ്സെറ്റ് രണ്ടും സെയിം ആയിരിക്കും. ഓൺലി ഈ വിർച്വൽ പേജ് നമ്പർ ഈസ് ട്രാൻസ്ലേറ്റഡ് ടു ഫിസിക്കൽ പേജ് നമ്പർ. അപ്പോൾ വിർച്വൽ പേജ് 5 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫിസിക്കൽ പേജിൽ 1 ആണെങ്കിൽ അപ്പോൾ ഇത് 5 ബാക്കി ഓഫ്സെറ്റ്, ഇവിടെ ഫിസിക്കലിൽ വരുമ്പോൾ 1 ബാക്കി ഓഫ്സെറ്റ്. ഇതേ രീതിയിലാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്.
ലീസ്റ്റ് 12 ബിറ്റ്സ് എന്ന് പറയുന്നത് പേജ് ഓഫ്സെറ്റ് ആണ്. നോ ട്രാൻസ്ലേഷൻ. അവിടെ ട്രാൻസ്ലേഷനിൽ രണ്ടും സെയിം ആയിരിക്കണം. അപ്പർ 19 ബിറ്റ്സ് ഓഫ് വിർച്വൽ പേജ് നമ്പർ ട്രാൻസ്ലേറ്റ് ടു 15 ബിറ്റ് ഓഫ് ഫിസിക്കൽ പേജ് നമ്പർ. പേജ് ടേബിൾ ആൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. പേജ് ടേബിൾ എന്ന് പറയുന്ന അഡ്രസ് ട്രാൻസ്ലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. പ്രോസസർ യൂസസ് ദിസ് പേജ് ടേബിൾ ഫോർ ട്രാൻസ്ലേറ്റ് വിർച്വൽ മെമ്മറി ടു ഫിസിക്കൽ മെമ്മറി അഡ്രസ്. അതായത് വിർച്വൽ മെമ്മറിയുടെ എന്താണ് ലൊക്കേഷൻ എവിടെ, ഫിസിക്കൽ മെമ്മറിയിൽ എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് പേജ് ടേബിൾ. അപ്പോൾ പേജ് ടേബിൾ കണ്ടെയ്ൻ ദ എൻട്രി ഫോർ ഈച്ച് വിർച്വൽ പേജ്. അപ്പോൾ ഓരോ വിർച്വൽ പേജിൻ്റെയും എൻട്രി പേജ് ടേബിളിൽ ഉണ്ടായിരിക്കും. ആൻഡ് എൻട്രി ഫോർ ഫിസിക്കൽ പേജ് ആൻഡ് എ വാലിഡ് ബിറ്റ്. അപ്പോൾ വിർച്വൽ പേജ് 1 ഫിസിക്കൽ പേജ് ഏതിലായിരിക്കും, ആ ഒരു എൻട്രിയാണ്, ആ ഒരു ടേബിളാണ് പേജ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ രണ്ട് പേജ് നമ്പറിൻ്റെയും കൂടെ ഒരു വാലിഡ് ബിറ്റ് വി ബിറ്റും കൂടെ ഉണ്ടായിരിക്കും. ഇഫ് വി ബിറ്റ് ഈസ് 1, വിർച്വൽ മാപ്സ് ടു ഫിസിക്കൽ പേജ് സ്പെസിഫൈഡ് ഇൻ ദ എൻട്രി. വിർച്വൽ മെമ്മറി എന്ന് പറയുന്ന ആ എൻട്രി ആ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്ന ഫിസിക്കൽ മെമ്മറിക്കകത്ത് അവൈലബിൾ ആണ്. ആൻഡ് ഇഫ് വി ബിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാലിഡ് ബിറ്റ് 0 ആണെങ്കിൽ ആ വിർച്വൽ പേജ് എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ പേജിനകത്ത് ഉണ്ടായിരിക്കത്തില്ല. വിർച്വൽ പേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കിനകത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് പേജ് ടേബിൾ. അപ്പോൾ പേജ് ടേബിൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? വിർച്വൽ പേജ് നമ്പർ ഫിസിക്കൽ പേജ് നമ്പറും തമ്മിലുള്ള ആ ഒരു മാപ്പിങ്ങിന് വേണ്ടി. അപ്പോൾ 5ാമത്തെ വിർച്വൽ പേജ് എത്രാമത്തെ ഫിസിക്കൽ പേജിനകത്തുണ്ട്, അപ്പോൾ അതിനാണ് നമ്മൾ ഈ പേജ് ടേബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ ഇതിനകത്ത് ഒരു ബിറ്റും കൂടെ ഉണ്ടായിരിക്കും, വാലിഡ് ബിറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് വാലിഡ് ബിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വാലിഡ് ബിറ്റ് 1 ആണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എൻട്രി എന്ന് പറയുന്നത് വിർച്വൽ പേജിന്റെ നമ്പർ ഫിസിക്കൽ പേജ് ഇത്രാമത്തെ നമ്പറിനകത്ത് ഡേറ്റ ഉണ്ടായിരിക്കും, മാപ്പ് ചെയ്തിട്ടുണ്ട്. വി ബിറ്റ് 0 ആണെങ്കിൽ അതിനകത്ത് ഡേറ്റ ഉണ്ടായിരിക്കത്തില്ല. വിർച്വൽ പേജിനകത്തുള്ള ഈ പർട്ടിക്കുലർ പേജ് നമ്പർ എന്ന് പറയുന്നത് ഡിസ്കിനകത്ത് തന്നെ ആയിരിക്കും ഉള്ളത്. കാണിച്ചിരിക്കുന്നതാണ് പേജ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പേജ് ടേബിൾ വിർച്വൽ പേജ് നമ്പേഴ്സ് ഉണ്ട്, ഫിസിക്കൽ പേജ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വിർച്വൽ പേജ് നമ്പർ നോക്കിയേ 2. ഫിസിക്കൽ പേജ് ഏതുമായിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? ഈ 7FFF ആണ്. അതിൻ്റെ വി ബിറ്റ് നോക്കിയ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? വിർച്വൽ പേജ് 2 എന്ന് പറയുന്നത് ഫിസിക്കൽ പേജ് ഏത് പേജിനകത്ത് കാണും? 7FFFനകത്ത് അത്രയും ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. വിർച്വൽ പേജിൽ 2നകത്ത് എന്തൊക്കെ ലൊക്കേഷൻ, എത്ര ലൊക്കേഷൻ ഉണ്ടോ അത്രയും ലൊക്കേഷൻ ഈ ഫിസിക്കൽ പേജിൽ ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു നമ്പറിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ ഓരോന്നിനകത്തും കാണിച്ചിട്ടുണ്ട്. വിർച്വൽ പേജ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ പേജ് നമ്പർ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ വി ബിറ്റിൻ്റെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വി ബിറ്റ് 1 ആണെങ്കിൽ ആ ഡേറ്റ ഫിസിക്കൽ പേജിൽ അവൈലബിൾ ആണ്. വി ബിറ്റ് 0 ആണെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? വിർച്വൽ മെമ്മറിയിൽ തന്നെ ആയിരിക്കും, ഫിസിക്കൽ മെമ്മറിക്കകത്ത് ഉണ്ടായിരിക്കത്തില്ല. പേജ് ടേബിൾ എന്ന് പറയുന്നത് ഫിസിക്കൽ മെമ്മറിക്കകത്ത് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയുടെ ഒരു പോർഷനിലായിരിക്കും പേജ് ടേബിൾ ഇരിക്കുന്നത്. പേജ് ടേബിളിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഇതിനകത്തൊരു പേജ് ടേബിൾ രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഈ പേജ് ടേബിൾ രജിസ്റ്റർ എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? ദാറ്റ് സ്റ്റോർ ദ ബേസ് അഡ്രസ് ഓഫ് പേജ് ടേബിൾ ഇൻ ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറിയിലെ ഒരു ഏരിയയാണ് പേജ് ടേബിളിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആ ഏരിയയുടെ ബേസ് അഡ്രസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആ ബേസ് അഡ്രസ് വിൽ ബി ഇൻ പേജ് ടേബിൾ രജിസ്റ്റർ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ലോഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ഒക്കെ 2 പ്രാവശ്യം മെയിൻ മെമ്മറി ആക്സസ് ചെയ്യും. ഒരു പ്രാവശ്യം എന്തിനാണ്? പേജ് ടേബിൾ എടുക്കാൻ വേണ്ടി. പേജ് ടേബിൾ നോക്കിയിട്ട് വിർച്വൽ മെമ്മറി ഇന്ന ലൊക്കേഷൻ ഫിസിക്കലിൽ ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത് ആക്സസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഐഡന്റിഫൈ ചെയ്ത ലൊക്കേഷനിൽ നിന്ന് ഡേറ്റ എടുക്കാൻ വേണ്ടി. അപ്പോൾ 2 ഫിസിക്കൽ മെമ്മറി ആക്സസ് ഉണ്ടായിരിക്കും അതിനകത്തൊക്കെ. ഫിഗർ അഡ്രസ് ട്രാൻസ്ലേഷൻ യൂസിങ് പേജ് ടേബിൾ. പേജ് ടേബിൾ ഉപയോഗിച്ച് ഒരു വിർച്വൽ പേജിനെ ഫിസിക്കൽ പേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളതൊരു വിർച്വൽ അഡ്രസ് ഇവിടെ തന്നിട്ടുണ്ട്. വിർച്വൽ അഡ്രസ് എന്ന് പറയുന്നത് 0000247C. അതിൽ ലാസ്റ്റ് 12 ബിറ്റ് എന്ന് പറയുന്നത് പേജ് ഓഫ്സെറ്റ് ആണ്. അതിന് ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ 47C എന്ന് പറഞ്ഞ പേജ് ഓഫ്സെറ്റ്. അത് കഴിഞ്ഞ് വരുന്ന 19 ബിറ്റ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അതിനാണ് പേജ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ വിർച്വൽ പേജ് നമ്പർ ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും ബിറ്റ്സ് ഉണ്ട്. 00002 ആണ് നമ്പർ. അതിനെ 19 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ പേജ് നമ്പർ 2 എന്ന് പറയുന്നത് പേജ് ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ഈ 19 ബിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതിനകത്തേക്കാണ് വരുന്ന? ഫിസിക്കൽ മെമ്മറിയുടെ ഏത് പേജുമായിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? 7FFF. ആ 7FFFുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പേജ് നമ്പർ 2 ഓഫ് വിർച്വൽ മെമ്മറി ഫിസിക്കൽ മെമ്മറിയിൽ എവിടെ കാണും? 7FFFനകത്ത് ഉണ്ടായിരിക്കും. ഈ 7FFF എന്ന് പറയുന്നത് എത്ര ബിറ്റിലെ റെപ്രസെന്റ് ചെയ്യുന്നത്? 15 ബിറ്റിലല്ലേ ഫിസിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. ഫിസിക്കൽ മെമ്മറിയുടെ പേജ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നതിന് 15 ബിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ എക്സാമ്പിളിനകത്ത്. അപ്പോൾ ആ 15 ബിറ്റിൽ
ദേ ഇതിനകത്ത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? വിർച്വൽ അഡ്രസ്സ് 247C. ഈ 407C എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെമ്മറിയിലും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് പേജ് ഓഫ്സെറ്റ് ആണ്, അത് ദേ കാണിച്ചിട്ടുണ്ട്. 407C എന്ന് പറയുന്നത് അതേപോലെ എഴുതുന്നു. ഇനി ഈ 2 ഈ വിർച്വൽ പേജ് എന്നുള്ള ഈ വിർച്വൽ പേജിനെ മാറ്റി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ പേജ് നമ്മൾ എവിടെ നോക്കുന്നു? ഈ പേജ് ടേബിളിൽ നോക്കുമ്പോൾ ഫിസിക്കൽ പേജ് നമ്പർ കാണും. അതിന് നേരെ വി ബിറ്റ് 1 ആണോ എന്ന് നോക്കും. വി ബിറ്റ് 1 ആണെങ്കിൽ എന്ത് മനസ്സിലാവും? ഈ വിർച്വൽ പേജിനകത്തുള്ള 2 എന്നുള്ള പേജിനകത്തുള്ള ഡേറ്റ ഫിസിക്കൽ പേജിനകത്ത് 7FFFFനകത്ത് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് പേജ് നമ്പേഴ്സ്, ഈ വിർച്വൽ പേജ് നമ്പർ മാത്രം ദേ ഈ ഫിസിക്കൽ പേജ് നോക്കിയിട്ട് ഇവിടെ നമ്മൾ എഴുതുന്നു. ദെൻ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ദേ ഇവിടെ എഴുതുന്നു. അപ്പോൾ എന്തായി? ഒരു വിർച്വൽ അഡ്രസ്സിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തു? ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ വിർച്വൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 0000247C എന്ന് പറയുന്നതാണ് ടോട്ടൽ ലൊക്കേഷൻ. ആ ഒരു അഡ്രസ്സ് എന്ന് പറയുന്ന ഏത് പേജിലായിരിക്കുന്ന? പേജ് നമ്പർ 2. അത് നേരെ ഫിസിക്കൽ മെമ്മറിയിൽ വരുമ്പോൾ ഏത് പേജിലിരിക്കും? 7FFFനകത്തിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 7FFF47C എന്ന് പറയുന്ന ലൊക്കേഷൻ. അപ്പോൾ ഈ രീതിയിലാണ് വിർച്വൽ അഡ്രസ്സിനെ, വിർച്വൽ പേജിനെ മാത്രമല്ല വിർച്വൽ അഡ്രസ്സിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടിലും എന്തൊക്കെയുണ്ട്? വിർച്വൽ പേജ് നമ്പർ ഉണ്ട്, പേജ് ഓഫ്സെറ്റ് ഉണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ ഫിസിക്കൽ പേജ് നമ്പർ ഉണ്ട്, പേജ് ഓഫ്സെറ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു ലൊക്കേഷൻ, ഒരു പേജ് നമ്പറിനകത്തുള്ള ഒരു ലൊക്കേഷൻ ആവുന്നത്. ഒരു കേസ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. ഇപ്പൊ എന്താണ് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ എന്നാണ് അടുത്ത പറയുന്നത്. അപ്പോൾ നമ്മളൊരു പേജ് ടേബിൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രോസസ്സറിന് ഡേറ്റ ആക്സസ് ചെയ്യണം യൂസിങ് പേജ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് ദ പ്രോസസ്സർ ഹാസ് ടു റീഡ് ദ പേജ് ടേബിൾ. പേജ് ടേബിൾ എന്തിനാണ് റീഡ് ചെയ്യുന്നത്? വിർച്വൽ മെമ്മറിയുടെ ഇന്ന പേജ് ഫിസിക്കൽ മെമ്മറിയിൽ ഏത് പേജിലാണ് ഉള്ളത് എന്നുള്ള ചെക്ക് ചെയ്യാനായിട്ട് പേജ് ടേബിളിൽ പോയി നോക്കണം. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞു, 2 പ്രാവശ്യം. അപ്പോൾ ഒരു ഡേറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ 2 പ്രാവശ്യം മെയിൻ മെമ്മറി ആക്സസ് ചെയ്യണം. ആദ്യത്തത് പേജ് ടേബിളിന് വേണ്ടിയും രണ്ടാമത് ആ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ഡേറ്റ എടുക്കാൻ വേണ്ടിയും വേണം. അപ്പോൾ നമ്മൾ നേരത്തെ ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ ലൊക്കാലിറ്റി ഒക്കെ വെച്ച് ക്യാഷിന്റെ കേസ് പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ കൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന കുറച്ച് ലോഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ഒരേ പേജ്, സെയിം പേജിനെ തന്നെ വീണ്ടും വീണ്ടും ആക്സസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ സെയിം പേജിനെ, അപ്പോൾ ഓരോ തവണയും ഫിസിക്കൽ മെമ്മറിയിൽ പോയി ഈ ഡേറ്റ നോക്കുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണല്ലോ, അല്ലേ? അപ്പോൾ പേജ് നമ്പർ 5, വിർച്വൽ പേജ് നമ്പർ 5 തന്നെ ഒരു 10 ഇൻസ്ട്രക്ഷൻ കൺസിക്യൂട്ടീവ് ആയിട്ട് ഈ പേജ് നമ്പർ 5 തന്നെ വേണം. അപ്പോൾ ഓരോ തവണ പോയി നോക്കുമ്പോഴും 5 ഒന്നാമത്തെ പേജിലുണ്ട്. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഇഫ് പ്രോസസ്സർ റിമെമ്പർ the last page table entry it has read from the page table. അപ്പോൾ പേജ് ടേബിളിൽ നിന്ന് ലാസ്റ്റ് റീഡ് ചെയ്ത ആ ഒരു പേജ് ടേബിൾ എൻട്രി പ്രോസസ്സറിന് അറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ 5ാമത്തെ പേജ് നമ്പർ ഇവിടെ പേജിന് ഫിസിക്കൽ മെമ്മറിയിൽ എത്രാമത്തെ പേജിലാണ് എന്നുള്ള കേസ് ലാസ്റ്റ് പ്രോസസ്സർ റീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തന്നെ ഒരു 10 പ്രാവശ്യം ചേർത്ത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ തവണ അവിടെ പോയി നോക്കണ്ടല്ലോ, പ്രോസസ്സറിന് അത് അറിയാം. ഇന്ന പേജിലുള്ളത് ഇന്ന സ്ഥലത്തുണ്ട്, ഇപ്പം ഞാൻ പോയി റീഡ് ചെയ്തതേ ഉള്ളൂ. അതറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റീയൂസ് ദ ട്രാൻസ്ലേഷൻ വിത്തൗട്ട് റീഡിങ് ദ പേജ് ടേബിൾ. പേജ് ടേബിൾ നോക്കാതെ തന്നെ ഈ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും, അല്ലേ? അപ്പം ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കീപ് സെവറൽ ലാസ്റ്റ് പേജ് ടേബിൾ എൻട്രി ഇൻ എ സ്മോൾ ക്യാഷ് മെമ്മറി കോൾഡ് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. അപ്പോൾ ഈ ലാസ്റ്റ് പേജ് ടേബിളിൽ പോയി നോക്കിയ കുറച്ച് എൻട്രീസ് കാണുമല്ലോ, റീസെൻ്റ് ആയിട്ട് പ്രോസസ്സർ ഇപ്പോൾ പേജ് ടേബിളിൽ പോയി നോക്കി റീഡ് ചെയ്തുകൊണ്ട് വന്ന കുറച്ച് എൻട്രീസ് ഉണ്ടായിരിക്കും, വിർച്വലിനെയും ഫിസിക്കലിനെയും തമ്മിൽ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് റീഡ് ചെയ്ത ഈ എൻട്രീസ് എല്ലാം ഒരു ക്യാഷ് മെമ്മറി, ഒരു ചെറിയൊരു ക്യാഷ് പോലെയുള്ള ഒരു മെമ്മറി, അതിനെയാണ് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ അവസാനം റീഡ് ചെയ്ത ഒരു 5 എൻട്രി അല്ലെങ്കിൽ ഒരു 10 എൻട്രി ഇതിനകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതേ പേജുകൾ തന്നെ വീണ്ടും അടുത്തടുത്ത് വരും എന്നുള്ള കോൺസെപ്റ്റിൽ. അപ്പോൾ എന്ത് ചെയ്യണ്ട? പ്രോസസ്സറിന് വീണ്ടും മറ്റേ ആ ടേബിളിൽ പോയി ഒന്നേന്ന് പറഞ്ഞ് റീഡ് ചെയ്യേണ്ട, ഏത് ലൊക്കേഷനിലാണെന്നുള്ള ടേബിൾ മൊത്തം സ്കാൻ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് എടുത്ത ഒരു 10 കാര്യങ്ങൾ നമ്മൾ ഒരു ചെറിയ സ്ഥലത്ത് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മറ്റേ പേജ് ടേബിളിൽ ഒരു 1000 എൻട്രി ഉണ്ടായിരുന്നെങ്കിൽ ഈ 1000ൽ നിന്ന് ഇപ്പോൾ അവസാനം എടുത്ത ഒരു 10 എണ്ണം ഞാനൊരു ചെറിയ മെമ്മറിക്കകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം, ഈ ഏരിയ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രോസസ്സറിന് വേണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ എന്ത് ചെയ്യണ്ട? നേരെ മെയിൻ മെമ്മറിയിൽ പോയി പേജ് ടേബിൾ മൊത്തം സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ചെറിയ ഏരിയ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സറിന് മനസ്സിലാവും ഇന്ന പേജ് ഓഫ് വിർച്വൽ ഈസ് മാപ്പ് ടു ദിസ് പേജ് ഓഫ്
ഫിസിക്കൽ മെമ്മറി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ മെമ്മറി ഏരിയയാണ് TLB അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ചെറിയ മെമ്മറി ബ്ലോക്കാണ്. അതെന്താണ് കീപ്പ് ചെയ്യുന്നത്? ദാറ്റ് കീപ് ദ റീസെൻ്റ്ലി യൂസ്ഡ് പേജ് ടേബിൾ എൻട്രി. അപ്പോൾ പ്രോസസ്സർ ലുക്ക് അറ്റ് TLB ഫോർ ട്രാൻസ്ലേഷൻ ബിഫോർ ലുക്കിംഗ് ഇൻ ടു മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിൽ പോകുന്നതിന് മുമ്പായിട്ട് TLB നോക്കുന്നു. അത് നോക്കിയാണ് ഇന്ന വിർച്വൽ പേജ് ഏത് ഫിസിക്കൽ പേജിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻ റിയൽ പ്രോഗ്രാം മെജോറിറ്റി എക്സസ് ഹിറ്റ് ഇൻ TLB. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ മെയിൻ പ്രോഗ്രാംസിനകത്ത് മെജോറിറ്റി ഓഫ് ആക്സസ് ഹിറ്റ് ഇൻ TLBയിൽ തന്നെ ആയിരിക്കും മെജോറിറ്റി മെമ്മറി ആക്സസും കിട്ടുന്നത്. അപ്പോൾ 2 പ്രാവശ്യം മെയിൻ മെമ്മറിയിൽ പോയി വരേണ്ട കാര്യമില്ല. അപ്പോൾ TLBയിൽ തന്നെ നമ്മളെന്താ ലീസ്റ്റ് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ പ്രോസസ്സറിന് പെട്ടെന്നൊരു ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ TLBയിൽ നോക്കിയാൽ അതിൻ്റെ കറക്റ്റ് മാപ്പിംഗ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ടൈം കൺസ്യൂമിങ് എല്ലാം കുറച്ച് പേജ് ടേബിൾ മെയിൻ മെമ്മറിയിൽ പോയി റീഡ് ചെയ്യുന്നതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓർഗനൈസ്ഡ് ഇൻ ഫുൾ അസോസിയേറ്റീവ് ക്യാഷ് ആയിട്ടാണ് TLBS ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പല ഇതാണ്, ഒരു 16 to 512 എൻട്രീസ് വരെ അതിനകത്ത് ഹോൾഡ് ചെയ്തിരിക്കാം. അപ്പോൾ ഓരോ എൻട്രിയിലും എന്തുണ്ടായിരിക്കും? ഒരു വിർച്വൽ പേജും കറസ്പോണ്ടിങ് ഫിസിക്കൽ പേജ്. അപ്പോൾ വിർച്വൽ പേജ് 5 അപ് ടു ഈ ഫിസിക്കൽ പേജ് ഇന്ന നമ്പറിൽ, വിർച്വൽ പേജ് 6 ഫിസിക്കൽ പേജ് ഇന്ന നമ്പറിൽ എന്നുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. ഇഫ് TLB ഹിറ്റ്, അപ്പോൾ TLBക്കകത്ത് സംഭവം ഉണ്ട്. ഇപ്പോൾ പ്രോസസ്സർ ആദ്യം TLB നോക്കുന്നു. അപ്പോൾ TLB ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് എങ്കിൽ റിട്ടേൺ ദ കറസ്പോണ്ടിങ് ഫിസിക്കൽ പേജ് നമ്പർ. അപ്പോൾ ഏത് ഫിസിക്കൽ പേജ് ആണെന്നുള്ളത് അപ്പം തന്നെ ആർക്ക് കിട്ടും? TLBന് പ്രോസസ്സറിന് കിട്ടുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇഫ് TLB മിസ് ചെയ്യുകയാണെങ്കിൽ പ്രോസസ്സർ എന്ത് ചെയ്യും? നേരെ പേജ് ടേബിളിൽ പോയി നോക്കണം. ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പേജ് ടേബിളിൽ പോയി നോക്കിയിട്ട് ഏത് വിർച്വൽ പേജ് ഏത് കറസ്പോണ്ടിങ് ഫിസിക്കൽ പേജിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അവിടെ പോയി ഡേറ്റ ആക്സസ് ചെയ്യും. അപ്പോൾ TLBയിൽ സാധനം ഉണ്ടെങ്കിൽ അപ്പോൾ TLB എന്താണ്? മെമ്മറി ആക്സസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? TLB ഡിക്രീസസ് നമ്പർ ഓഫ് മെമ്മറി ആക്സസ് ഫോർ ലോഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ഫ്രം 2 to 1. അപ്പോൾ മോസ്റ്റ് ടൈം TLB ഹിറ്റ് ചെയ്യും. അതായത് TLBക്കകത്ത് തന്നെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ പേജ് ടേബിൾ നോക്കേണ്ട കാര്യമില്ല. ഒറ്റയടിക്ക് തന്നെ പ്രോസസ്സിന് മനസ്സിലാവും വിർച്വൽ പേജ് ഇന്ന നമ്പർ ഇന്ന ലൊക്കേഷൻ ഫിസിക്കൽ മെമ്മറിയിൽ ഇന്ന പേജിൽ ഉണ്ടായിരിക്കും, അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ TLBയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? 2 പ്രാവശ്യം മെയിൻ മെമ്മറി ആക്സസ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന ടൈം ഡിലേ കുറയ്ക്കാം.